പിന്നെ ക്രിമിനൽ വൽക്കരണം മുതൽ ഈ ഡെബിറ്റ് കാർഡ് പോലെയുള്ളതിലെ പറ്റിക്കൽസ് വരെ ഒരൊറ്റ നിമിഷം കൊണ്ട് കുറേ ആളുകൾ മൊത്തം ബാലൻസ് ശൂന്യരായി മാറുന്നു. കേരളക്കാരൊക്കെ ഈ സാമ്പത്തിക രംഗത്ത് പറ്റിക്കാൻ വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ്. ആരെങ്കിലും വരെ ഇതാ പറ്റിക്കപ്പെടാൻ ഞങ്ങൾ ഇരിക്കണമെന്ന് പറയുന്നത് പോലെയാണ്. 10-22 വയസ്സ് മാത്രമായിരുന്നു ശബരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്. അവൻ്റെ കയ്യിലാണ് 2000 കോടിയോളം കേരളക്കാരെ ഏൽപ്പിച്ചത് ടൈക്കൂൺ എന്ന തട്ടിപ്പ് പരിപാടി. പിന്നെ എത്ര നമ്മൾ കണ്ടു, പിന്നെയും കാണും. കാര്യം തട്ടിപ്പാക്കാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വരൂ, ഇതേ ഞാൻ റെഡിയായി നിൽക്കണമെന്നാണ് ഓരോ കേരളക്കാരനും പറയണത്. ഈ സമ്പത്ത് ഇനിയും കുമിഞ്ഞുകൂടണമെന്ന വിചാരത്തിൽ മാന്യതയും സഭ്യതയും ഭേദിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും പണം കൂടണമെന്ന് കരുതുമ്പോൾ ഇന്ന സംഗതി അതിന് പറ്റും, ഇന്നത് അങ്ങനെ പറ്റും എന്ന് പറഞ്ഞ ഏജന്റുമാർ വരും. അതിന് കുറേ ക്ലാസ്സുകളൊക്കെ നടക്കും. നമ്മുടെ ജില്ലയിലൊക്കെ പലയിടത്തും നടക്കും ക്ലാസ്സുകൾ. എന്നിട്ട് ഈ ക്ലാസ് എടുക്കാൻ വരുന്ന ചങ്ങാതി എന്തായിരിക്കും? ഒരു വലിയ ബെൻസിലോ BMW ആണോ വരിക, കൂട്ടുകാരൻ്റെ കടം വാങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ വാടക എടുത്തതായിരിക്കും. കഴുത്തിൽ വലിയ കനുള്ള മാലുണ്ടാവും. ചിലപ്പോൾ അത് തിരൂരിനായിരിക്കും സംഘടിപ്പിച്ചിട്ടുണ്ടാവുക. നല്ല ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് കിട്ടും, പല കമ്പനിയുടെയും കോപ്പി വാച്ച് കിട്ടും. അപ്പോൾ നല്ല വില കൂടിയ റോളക്സ് വാച്ചിൻ്റെ ഒക്കെ കോപ്പി കിട്ടും. അതൊക്കെ ഇട്ടിട്ടുണ്ടാവും, നല്ല കോട്ടും സൂട്ടും ഒക്കെ ഇടും. എന്നിട്ട് പറയും, എനിക്കുണ്ടായിരുന്ന ഒരു ഭൂതകാലം, അന്ന് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടിരുന്നു, ഞാനിങ്ങനെ മത്തിയൊക്കെ ചാള ഏറ്റിയിട്ട് ചെറിയ കുടി ഒലിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പം കണ്ടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊലിപ്പിക്കും. ഈ സാസിലിരിക്കണം ഇങ്ങനെ പൊന്താണ്, ഇതേ എൻ്റെ ഭാഗ്യനക്ഷത്രം തെളിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ക്യൂനെറ്റ് എന്നൊക്കെ പറയുന്ന വൃത്തികെട്ട സാമ്പത്തിക തട്ടിപ്പുണ്ട്. അത് പേരൊന്നും മറച്ചു വെക്കേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ക്യൂനെറ്റ് ഗൾഫിലൊക്കെ ഉള്ള പല പാവപ്പെട്ടമാരെയും അത് സ്വാധീനിച്ചു. അത് ചില്ലറ പൈസന്റെ കളിയല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്ന അവന്റെ മാതിരി ഒന്നുമല്ല, ചില്ലറ പൈസന്റെ കളിയല്ല. അതിലെ ഒരു ആള് കൂടാന്ന് പറഞ്ഞാൽ തന്നെ 4,70,80,000 രൂപ വേണം. എന്നിട്ട് അയാൾ 2 പേരെ ചേർക്കണം. ഇങ്ങനെ ശൃംഖല പോയിക്കൊണ്ടേയിരിക്കണം. ഒരാളെ ചേർക്കുമ്പോഴേക്ക് 60,000 ഉറുപ്പ്യ കിട്ടും. എന്തിനായി 60? അതിൻ്റെ മതപരമായ സാധുത എന്താണ്? ഈ 60 എങ്ങനെ കിട്ടണതാണ്? ഞാൻ വന്നിട്ട് ഇങ്ങനെ ഒരാളെ സോപ്പടിക്കുന്നത്, ഇങ്ങനെ ഉണ്ട്, അത് കിട്ടും എന്ന് പറഞ്ഞിട്ട്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഒരു 4,80,000 രൂപ തരും എന്ന് പറയണം. ഈ 4,80,000 രൂപ അവൻ്റെക്കൊന്ന് മേടിക്കണേന് മാത്രം എനിക്ക് 60,000-70,000 രൂപ അപ്പം കിട്ടും. അതങ്ങനെ പോകും ഈ ശൃംഖല. അതിനിടയിൽ ഏറ്റവും കൗതുകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 2-3 വസ്തുക്കൾ കൊടുക്കും, ഇതിൻ്റെ വിലയാണിത് എന്ന് പറഞ്ഞിട്ട്. ആ വസ്തുക്കളിൽ ഒന്ന് നെക്ലേസ് ആണ്, അതിന് 2-2.25 ഉറുപ്പ്യാണ് അവർ വില ഇടുന്നത്. ലക്ഷം. ഷൂ ഉണ്ട് 70,000-ന്റെ, വാച്ചുണ്ട് ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ. മൊത്തം കണക്കാക്കുക, ഇതിൻ്റെയൊക്കെ വില ഇതാണ്, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയാലോ എന്ന് പറയും. ഈ നെക്ലേസിന് 4-5 ജ്വല്ലറിയിൽ കൊണ്ടുപോയപ്പോൾ ഒരു ജ്വല്ലറിക്കാരൻ മാത്രമാണ് ഒരു വമ്പിച്ച വില പറഞ്ഞത്, 9,000 ഉറുപ്പ്യ. 2.5 ലക്ഷം ഉറുപ്പ്യൻ്റെ സാധനമാണിത്. 1.5 ലക്ഷത്തിൻ്റെ വാച്ച് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാച്ച് കടയിൽ 3 ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തള്ളിയപ്പോൾ എത്രയെങ്കിലും കിട്ടിയ അത്ര സന്തോഷമായി, നിങ്ങളത് വിറ്റ് തരണം എന്നാണ് പറഞ്ഞത്. അയാൾ 3,000 ഉറുപ്പ്യ വില വെച്ചിട്ട് 4 മാസം കഴിഞ്ഞിട്ട് ആരും അത് വാങ്ങിയിട്ടില്ല. ഈ പറയണ പോരിശയും സ്റ്റേജിലിരുന്നിട്ട് വളരെ ഉഷാറിൽ മോട്ടിവേഷൻ ചെയ്യണ പോരിശൊന്നും യഥാർത്ഥ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാവില്ല. കുടുംബം തകർന്നവരുണ്ട്, മക്കളും പിതാവും തെറ്റിപ്പിരിഞ്ഞവരുണ്ട്. അതിലേറെ മാരകമായ കുറേ സംഗതികളൊക്കെ ഉണ്ട്. ആ പവറാക്കി നടക്കണം, അപ്പോഴേ ആളുകൾ വരുള്ളൂ. അതിനുവേണ്ടി പള്ളി നിർമ്മാണമൊക്കെ നടക്കുമ്പോൾ ഏകദേശം 1-ാം നില ഫുള്ള് ഞാൻ ഡേറ്റോളാം എന്നൊക്കെ പറയും. എന്താ പോലും കിട്ടിയെന്ന് ചർച്ച വരണം. അപ്പം ഇങ്ങനെ സംസാരിക്കണം, എന്താ കിട്ടി, വലിയൊരു ബിസിനസ് നടത്തണില്ലേ, ആണോ, അങ്ങനെ ആൾ വന്നുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ തെറ്റി പിരിഞ്ഞിട്ട് AC പള്ളിയിലെ മൊത്തം AC ഏറ്റെടുത്ത ആളൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്കാരെന്ന് AC ചെയ്ത് പറഞ്ഞപ്പോൾ മുപ്പരാൾ എയർലൈക്കുന്നു. ഇനി എങ്ങനെ മൊത്തം AC കൊടുക്കുക? അവസാനം വീട്ടിൽ ശേഷിക്കുന്ന ഏതോ ഒരു തരി മിനിങ്ങ് വിറ്റിട്ട് ഒരു AC കൊടുത്ത് ഇതിനടുത്ത് തണുത്തോളം നിങ്ങളെന്ന് പറഞ്ഞ് വിട്ട കഥയൊക്കെ ഉണ്ട്. കുടുംബം തകരുക. ഈ സാമ്പത്തിക കൊതി മൂത്തിട്ട് ധർമ്മവും അധർമ്മവും തീരെ പരിഗണിക്കാതെ, പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ധാർമ്മികമായ വിഷയങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു പശ്ചാത്തലം ലോകാടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു.